പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഞാൻ കണ്ടത് എനിക്ക് കോയിൻസിഡൻസ് ആയിട്ട് തോന്നി, എനിക്കും ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നി. കാരണം ഞാൻ അതൊരു ഒബ്സർവ് ചെയ്തപ്പോൾ മറ്റൊരാളും അതുപോലെ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തന്ന ആൾ. അപ്പം മുഹമ്മദ് അജ്മൽ സി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫിൻലാൻഡിൽ പോയ സമയത്ത് അവിടെ ഹോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഫിൻലാൻഡിൽ നിൽക്കുന്നതിനെക്കുറിച്ചും അവിടെ എങ്ങനെ ജോലി നേടിയ എന്ന് വെച്ചാൽ അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാർ അവിടെ എങ്ങനെ എത്തി, എങ്ങനെയാണ് പഠിക്കാൻ പോയത്, എന്താ അവിടെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിശേഷം തിരക്കാറുണ്ട് തുടങ്ങി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്കും പോകും. ഞാൻ അങ്ങനെ ഓണാക്കിയിട്ടേക്കാണ്. എൻ്റെ ബൈ ഡിഫോൾട്ട് പോകും. ഇന്ത്യ ഓഫാക്കുന്ന എനിക്ക് 2 പേജ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എനിക്ക് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഫേസ്ബുക്കിലും സജഷൻ പോയി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ യൂത്ത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിയപ്പോൾ ഫേസ്ബുക്കിലെ തന്ത വൈബ് ടീംസ് ഞങ്ങളെ നോക്കി തീവ്രവാദിയാക്കാമെന്ന് നോക്കുന്നത്. നമ്മൾ കാണുന്നത് ഫിൻലാൻഡിൽ പോയപ്പോൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റേതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, എങ്ങനെ എത്തി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതിനകത്ത് തന്നെ നീയൊക്കെ യൂറോപ്പ് കുളമാക്കി മതിയായില്ലേ, അയാൾക്കൊരു തീവ്രവാദി ലുക്കാണല്ലോ, മറ്റേയാളും ഇതിന്റെ ഭാഗം തന്നെ, നാട്ടിൽ ജിഹാദിനുള്ള തുടക്കം. ഇത് ഫേസ്ബുക്കിലെ കമന്റാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു സാധനം കാണത്തില്ല ഞാൻ, കാരണം എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും മനസ്സിലാക്കി ഇത് ഒരിടത്ത് മാത്രമല്ല പാറ്റേൺ നടക്കുന്നത്. പാറ്റേൺ റെക്കഗ്നിഷൻ നോക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ വന്ന കമന്റ് എന്ന് പറഞ്ഞാൽ കുറേ ലാഫിംഗ് കമന്റ് ഞാൻ കാണിച്ചു തരാം. അയ്യോ അറിഞ്ഞില്ല ബിനു ബോണി എന്ന് പറഞ്ഞിട്ട്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലുണ്ട്. അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ ആണ്, അവർക്ക് ഓൾഡ് ജനറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അവർക്ക് അറിയാനുള്ള ആഗ്രഹമില്ല, അവരൊരു സ്റ്റീരിയോടിപ്പിക്കാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ. ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല നമുക്ക് ഈ കമന്റ്സുകളൊന്നും. ഇല്ലില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമന്റ് ഉണ്ട്, അത് പ്രൊഫൈൽ ഏതാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കത് തോന്നുന്നില്ല അത് ഒറിജിനൽ പ്രൊഫൈലാണെന്ന്.